ഹായ് ഫ്രണ്ട്സ്, എയിംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കേരള ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ സാലറിയും മറ്റ് ആനുകൂല്യങ്ങളും പ്രോസസ്സ് ചെയ്യുന്ന വെബ്സൈറ്റായ സ്പാർക്ക് എങ്ങനെ ആൻഡ്രോയിഡ് ഫോണിൽ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ വീഡിയോ ചെയ്യാൻ പ്രധാനമായ കാരണം പല എംപ്ലോയീസും പറയാറുണ്ട്, വീട്ടിലിരുന്ന് ഒരു കമ്പ്യൂട്ടർ ഇല്ലാതെ എങ്ങനെ സ്പാർക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം, നമുക്ക് ഓഫീസിൽ ചെന്നാലേ ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ നമുക്ക് വീട്ടിൽ ഇരുന്നും ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ അത്യാവശ്യ കാര്യങ്ങളെല്ലാം നമ്മുടെ ഫോണിൽ തന്നെ സ്പാർക്കിൽ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫോണിൽ ഗൂഗിൾ ക്രോം എടുക്കുക. ഗൂഗിൾ ക്രോം എടുത്തിട്ട് അവിടെ നമ്മുടെ സ്പാർക്കിൻ്റെ വെബ്സൈറ്റ് ടൈപ്പ് ചെയ്യുക. www.spark.gov.in. ദെൻ സെർച്ച് കൊടുക്കുക. ഇങ്ങനെ ഒരു പേജ് വരും, ലോഗിൻ സ്പാർക്ക്. നമ്മുടെ ഓഫീസിൻ്റെ യൂസർ കോഡും പാസ്വേഡും എൻ്റർ ദ ക്യാരക്ടേഴ്സ് ആസ് ഷോൺ ബിലോ അത് ടൈപ്പ് ചെയ്തതിന് ശേഷം സൈൻ ഇൻ ചെയ്യുക. ഇതാണല്ലോ നമ്മുടെ ലോഗിൻ പേജ്. ഇതിലിപ്പോൾ നമുക്ക് സർവീസ് മാറ്റേഴ്സിൽ ഉള്ള എന്തെങ്കിലും ഉപയോഗിക്കേണ്ടതെങ്കിൽ സർവീസ് മാറ്റേഴ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും അതേ വിൻഡോ തന്നെ വരുന്നുണ്ട്. നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. സാലറി മാറ്റേഴ്സിൽ ക്ലിക്ക് ചെയ്താലും അതേ പേജ് തന്നെ വരുന്നു. നമ്മൾ വീണ്ടും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന അക്കൗണ്ട്സാണ്. അക്കൗണ്ട്സിൽ ക്ലിക്ക് ചെയ്താലും വീണ്ടും അതേ പേജ് വരുന്നു. ഈ ഓപ്ഷൻസിൽ ഏതൊക്കെ ക്ലിക്ക് ചെയ്താലും പഴയ പേജ് തന്നെ വരും. പക്ഷേ നമുക്കിത് ചെയ്യാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ. സർവീസ് മാറ്റേഴ്സിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അല്ലോ, പിടിച്ച് കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു ബോക്സ് വരും. ബോക്സ് വന്നതിന് ശേഷം പുറത്ത് വെച്ച് ടച്ച് ചെയ്യുക. ഇനി നമുക്ക് ഇതിലുള്ള ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കുന്ന ഇൻക്രിമെൻറ്റ് സാങ്ഷൻ കണ്ടോ. ബാക്കിയുള്ളതെല്ലാം നമുക്ക് സാധാരണ നമുക്ക് സിസ്റ്റത്തിൽ ചെയ്യും പോലെ തന്നെ സെലക്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഇൻക്രിമെൻറ്റ് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഏത് വേണമെങ്കിലും ഇപ്പോൾ സാലറി മാറ്റേഴ്സാണ് വേണമെങ്കിൽ സാലറി മാറ്റേഴ്സിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരു ബോക്സ് വരും. എന്നിട്ട് പുറത്ത് വെച്ച് ക്ലിക്ക് ചെയ്യുക. സാലറി പ്രോസസ്സിംഗ് ആണെങ്കിൽ സാലറി മന്ത്ലി സാലറി പ്രോസസ്സിംഗ്, നമുക്ക് മന്തും ഇയറും കൊടുത്ത് നമുക്ക് സാലറി സുഖമായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഇപ്പോൾ അക്കൗണ്ട്സിലാണെങ്കിൽ നോക്കുക, നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുക. ഇതുപോലത്തെ വിൻഡോ വന്നതിന് ശേഷം പുറത്ത് വെച്ച് ക്ലിക്ക് ചെയ്യുക. ക്ലെയിം എൻട്രി, റെഗുലർ ഓർ ടെമ്പററി എംപ്ലോയീസ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്ത് പോകാം. ഇനി ഇവിടെ വരുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ പീരീഡ് ഓഫ് ബില്ല് നമ്മൾ കൊടുക്കുമല്ലോ. പീരീഡ് ഓഫ് ബില്ല് കൊടുക്കുമ്പോൾ സാധാരണ നമുക്ക് നമ്മുടെ ഒരു സിസ്റ്റത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ വരും. നമ്മൾ ജസ്റ്റ് ഇപ്പം 20/1/2021 എന്ന് നമുക്ക് വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ ഇവിടെ അത് നടക്കത്തില്ല. ആൻഡ്രോയിഡ് ഫോണിൽ നമ്മൾ ഇങ്ങനെ വരുന്നതിന് ഫുള്ളായിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് 20/ നമ്മൾ തന്നെ ഇടുക 1/2021. കണ്ടോ, ആണതിലെ ഇപ്പുറത്ത് നമുക്ക് നോക്കാം. നമ്മൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷം 31/1/2021 ഇങ്ങനെ നമ്മൾ കൊടുക്കേണ്ടത്. ഇതും ആൻഡ്രോയിഡ് ഫോണിൽ ചെയ്യുമ്പോൾ നമുക്കുള്ള ഒരു ബുദ്ധിമുട്ട് ഇതാണ്. നേരത്തെ നമുക്ക് വെറുതെ ഏതാണ് ദിവസം, ഏതാണ് മാസം, ഏതാണ് ഇയർ എന്ന് നമ്മൾ വെറുതെ ടൈപ്പ് ചെയ്താൽ മതി. ഇതിലങ്ങനെയല്ല. അതിനൊന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് എന്താണോ വരുന്നത് അതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ /ഇട്ട് കൊടുക്കുക. ഇതും ആൻഡ്രോയിഡ് ഫോണിൽ ചെയ്യുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടാണ്. ഇനി നമുക്ക് അക്കൗണ്ട്സിൽ പിന്നെ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന അക്കൗണ്ട്സിൽ ഈ സബ്മിഷൻ ബില്ലാണ്. അതെല്ലാം ഒരു സിസ്റ്റമോ ഒരു
ലാപ്ടോപ്പോ ഉപയോഗിച്ച് ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിക്കാൻ നമുക്ക് ആൻഡ്രോയിഡ് ഫോണിൽ കഴിയത്തില്ല. അതിനൊരു സിസ്റ്റം ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.